നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി 1.5 വർഷം മാത്രം ബാക്കി. ഭരണവിരുദ്ധ തരംഗത്തിലും എങ്ങനെ ഭരണം നിലനിർത്താമെന്ന ആലോചനയിലാണ് LDFും പിണറായി വിജയനും. എന്നാൽ UDFിന്റെ സ്ഥിതി മറിച്ചാണ്. ഓരോ ദിവസവും പുതിയ വിവാദങ്ങളിൽപ്പെട്ട കോൺഗ്രസ് നേതൃത്വം ഉഴലുകയാണ്. ഏറ്റവും പുതിയ വിവാദം വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മേൽക്കൈ നിലനിർത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുമോ എന്നതിൽ സംശയമാണ്. കാരണം മറ്റൊന്നുമല്ല, കോൺഗ്രസിനുള്ളിലെ തമ്മിലടിയാണ്. ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് UDF. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കുപ്പായം തുന്നി അരഡസനേക്കാൾ നേതാക്കൾ ഇരിപ്പു തുടങ്ങിയിട്ട് മാസങ്ങളായി. ഒരു കസേരയും അതിനുവേണ്ടി കസേരകൾ നടത്തുന്ന ഒരു പറ്റം കോൺഗ്രസ് നേതാക്കളും. ഇനിയെങ്ങാനും UDFിന് ഭരണം ലഭിച്ചാൽ അത് നേതൃത്വത്തിന്റെ ഗുണം കൊണ്ടല്ല. പിണറായി ഭരണത്തിൽ ഗതികെട്ട ജനങ്ങൾ വേറെ വഴിയില്ലാതെ UDFിന് ദാനമായി നൽകുന്നത് ആയിരിക്കുമെന്നതിൽ സംശയമില്ല. ഭരണപക്ഷം പരാജയമാണെങ്കിൽ പ്രതിപക്ഷം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്നാണ് ജനങ്ങളുടെ പരാതി. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത സമരം നടത്തുന്നതിനേക്കാൾ UDF നേതാക്കൾക്ക് താല്പര്യം തമ്മിലടിക്കാനാണ്. കോൺഗ്രസിൽ മാത്രമല്ല, മുസ്ലിം ലീഗിലും ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണ്. കോൺഗ്രസിൽ പണ്ട് AI, മൂന്നാം ഗ്രൂപ്പ് എന്നീ വിധത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നേതാക്കളെ ചുറ്റിപ്പറ്റിയാണ് ഗ്രൂപ്പുകൾ വളരുന്നത്. അത് പാർട്ടിയുടെ വളർച്ചയെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തൽ. VD സതീശനും K സുധാകരനും നേതൃത്വത്തിലേക്ക് എത്തിയത് വളരെ പ്രതീക്ഷയോടെയാണ് പ്രവർത്തകർ നോക്കിക്കണ്ടത്. എന്നാൽ നേതാക്കൾക്ക് പ്രവർത്തകരുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഉയരുവാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം.